പവന് 10,000 രൂപയുടെ വർധന. 2024-ല് 25% കുതിപ്പ്. പുതുവർഷത്തില് സ്വർണവില ഇങ്ങോട്ട്. സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പിനാണ് 2024-ല് സാക്ഷിയായത്. സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പിനാണ് 2024-ല് സാക്ഷിയായത്. ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന്റെ വലിയ കുതിപ്പാണ് ഉണ്ടായത്. ആഗോള ഓഹരി വിപണിയിലെ അനിശ്ചിതത്വങ്ങളാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയില് സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ അടുപ്പിച്ചത്. 2024-ല് മാത്രം സ്വർണവിലയില് 25%-ഓളം വർധനയാണ് ഉണ്ടായത്. ഈ വർഷം മാർച്ചിലാണ് സ്വർണവില ആദ്യമായി പവന് 48,000 കടന്നത്. ആ മാസം തന്നെ വില ആദ്യമായി 50,000 എന്ന നാഴികക്കല്ല് പിന്നിടുന്നതിനും വിപണി സാക്ഷിയായി. പിന്നീടുള്ള 7 മാസം കൊണ്ട് സ്വർണവിലയില് 10,000 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. സ്വർണത്തിന്റെ ശ്രദ്ധേയമായ ഉയർച്ചയ്ക്ക് നിരവധി ഘടകങ്ങൾ കാരണമായി. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം വർദ്ധിച്ചതോടെ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള പ്രധാന സെൻട്രൽ ബാങ്കുകളുടെ തീരുമാനം സ്വർണത്തിന് ബലമായി. കൂടാതെ ഇറക്കുമതി തീരുവ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനവും സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ആഗോള ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണത്തെ സ്വാധീനിച്ചു. നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങള് ആഗോള സമ്പദ് വ്യവസ്ഥയില് ചെലുത്താന് പോകുന്ന സ്വാധീനത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും ആഗോള വിപണിയുടെ പ്രവചനാതീതമായ സ്വഭാവവും 2025-ല് സ്വർണ വിലയില് എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് നിക്ഷേപകരും ഉപഭോക്താക്കളും ഇപ്പോൾ ഒരുപോലെ ഉറ്റുനോക്കുന്നത്. ജനുവരി-ഫെബ്രുവരി മാസങ്ങളില് നേരിയ ചാഞ്ചാട്ടമാണ് സ്വർണ വിപണിയില് അനുഭവപ്പെട്ടത്. ജനുവരി 1-ന് 46,840 രൂപയായിരുന്നു സ്വർണവില. 2-ന് തന്നെ സ്വർണവില 47,000 കടന്നു. പിന്നീട് ഒരു വർഷം കൊണ്ട് സ്വർണവില 10,000 രൂപയാണ് കുതിച്ചത്. ഫെബ്രുവരി അവസാനത്തോടെ സ്വർണം കുതിപ്പിന്റെ ആക്കം കൂട്ടുകയും മാർച്ചില് ഏകദേശം 10% ഉയരുകയും ചെയ്തു. ഏപ്രിലില് ഒറ്റയടിക്ക് സ്വർണവിലയില് 3,000-ലധികം രൂപയുടെ വർധനയാണ് ഉണ്ടായത്. മെയില് 55,000 കടന്ന ശേഷം പിന്നീട് ഒരു കുതിപ്പിന് സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ടി വന്നു. സെപ്റ്റംബറിലാണ് ആദ്യമായി സ്വർണവില 56,000 കടന്നത്. യുഎസ് ഡോളറിനെ ചുറ്റിപ്പറ്റിയുള്ള വിൽപ്പന സമ്മർദ്ദം, യുഎസ് ട്രഷറി ബോണ്ട് ഈൽഡിലെ പിൻവലിക്കല് എന്നിവയാണ് ഈ വർഷത്തിന്റെ തുടക്കകാലത്ത് സ്വർണത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടിയത്. ഏപ്രിലില് സ്വർണം അതിന്റെ ഉയർച്ച വർദ്ധിപ്പിക്കുകയും 2%-ലധികം നേട്ടത്തോടെ മാസം അവസാനിപ്പിക്കുകയുമായിരുന്നു. മെയ്, ജൂൺ മാസങ്ങളിലെ ഏകീകരണ കാലയളവിന് ശേഷം ജൂലൈയില് സ്വർണം അതിന്റെ ശക്തി വീണ്ടെടുക്കുകയും 4 മാസത്തെ ഉയർച്ചയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജൂലൈ മുതൽ നവംബർ വരെ സ്വർണം 15%-ലധികം നേട്ടമുണ്ടാക്കി. ഒക്ടോബറില് സ്വർണവില 60,000 കടന്നും കുതിക്കുമെന്ന് വരെ തോന്നിപ്പിച്ചിരുന്നു. ഒക്ടോബർ 31-ന് രേഖപ്പെടുത്തിയ പവന് 59,640 രൂപയാണ് സ്വർണത്തിന്റെ സർവകാല റെക്കോർഡ് ഉയരം. ഒക്ടോബറില് തന്നെയാണ് 57,000, 58,000, 59,000 എന്നീ നാഴികക്കല്ലുകളും പിന്നിട്ടത്. സമ്പൂർണ്ണ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോള് തകരാറ് കണ്ടെത്തി ഉടന് അലർട്ട് ചെയ്യും. പുതിയ യൂണികോണുമായി ഹോണ്ട. 1,00,000-ന് മുകളില് വില.